നമുക്ക് വരുമാനം അല്ലെങ്കിൽ സാലറി കിട്ടി തുടങ്ങിയാൽ നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ പറയട്ടെ. ഒന്നാമത്തെ പോയിന്റ് ഡോണ്ട് ഫോർഗെറ്റ് ജന്ന എന്നുള്ളതാണ്. അതായത് നമുക്ക് ലഭിക്കുന്ന വരുമാനം ലഭിച്ചതിന് ശേഷം അത് ചെലവാക്കുന്നതും ജന്ന നഷ്ടപ്പെടുത്തുന്ന രീതിയിലാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദുനിയാവിന് വേണ്ടി ആഖിറം ട്രേഡ് ചെയ്യുന്നത് പ്രോഫിറ്റബിൾ അല്ല എന്നാണ് ഖുർആനിൽ ഇവിടെ പറയുന്നത്. പിന്നെ നമുക്ക് വരുമാനം അല്ലെങ്കിൽ സമ്പത്ത് നൽകുന്ന റസാഖായ ദൈവത്തോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് പ്യൂരിഫിക്കേഷൻ ഓഫ് വെൽത്ത് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കുക. അതിനായിട്ട് നിർബന്ധമായിട്ട് ഉള്ള സക്കാത്ത് അവിടെ ഉണ്ട്. പക്ഷെ അതിന് പുറമെ സ്വതക്ക അല്ലെങ്കിൽ ചാരിറ്റി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ മാസം നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം നമ്മൾ എന്ത് ചെയ്യുക, സ്വതക്ക നൽകാനായിട്ട് മാറ്റിവെക്കുക. അതൊരു ഹാബിറ്റ് ആക്കി മാറ്റുക. കാരണം ഈ ഹാബിറ്റ് നമ്മുടെ വരുമാനത്തിൽ ബറക്ക ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഫൈനാൻഷ്യൽ ഫ്രീഡം. ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ സാമ്പത്തികപരമായി പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു ജോലി കിട്ടിയാൽ ലൈഫ് സെറ്റ് ആയി എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ ലൈഫ് സെറ്റ് ആകേണ്ടത് ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടുമ്പോഴാണ്. ശരിയാണ്, ഒരു ജോലി ലഭിച്ചാൽ നമ്മൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകും. പക്ഷെ ജീവിതത്തിലെ നമ്മുടെ പല ഇഷ്ടങ്ങളെയും ജോലി നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യാനുള്ള ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥ അവിടെയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഒഴിവാക്കാനാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഫ്രീഡം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യാത്തപ്പോഴും നമുക്ക് വരുമാനം നേടിത്തരുന്ന പാസീവ് ഇൻകം സോഴ്സ് നമ്മൾ കണ്ടെത്തണം എന്നർത്ഥം. അപ്പൊ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളതായിരിക്കണം ജോലി ലഭിച്ചാലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ജോലി എന്നുള്ളത് അതിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. നാലാമത്തെ പോയിന്റ് ആണ് എമർജൻസി ഫണ്ട്. അതായത് ജോലി നഷ്ടപ്പെടുക, ചികിത്സ, വണ്ടി റിപ്പയർ ചെയ്യേണ്ടി വരിക തുടങ്ങിയ എമർജൻസി ആയിട്ട് വരുന്ന ചെലവുകൾക്കുള്ളതാണ് ഈ എമർജൻസി ഫണ്ട്. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് 3 മാസം മുതൽ 6 മാസം വരെയുള്ള നിങ്ങളുടെ സാലറിക്ക് ഈക്വൽ ആയ ഒരു എമൗണ്ട് ഈ ഫണ്ടിലേക്ക് മാറ്റിവെക്കുക. എമർജൻസി ആയിട്ട് ഫണ്ട് ആവശ്യം വരുമ്പോൾ കടക്കെണിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഈ എമർജൻസി ഫണ്ട് നിങ്ങളെ സഹായിക്കും. അഞ്ചാമത്തെ പോയിന്റ് 2 ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക എന്നുള്ളതാണ്. ഒരു സേവിങ്സ് അക്കൗണ്ടും ഒരു എക്സ്പെൻസ് അക്കൗണ്ടും. പിന്നീട് സാലറി വന്ന ഉടനെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സേവിങ്സ് അക്കൗണ്ടിലേക്കുള്ള തുക ആദ്യം തന്നെ മാറ്റിവെക്കുക. ബാക്കി വരുന്ന തുക എക്സ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് വരുന്ന എക്സ്പെൻസുകൾ ഈ എക്സ്പെൻസ് അക്കൗണ്ടിൽ നിന്ന് മാത്രം ചെലവാക്കുക. സേവിങ്സ് അക്കൗണ്ടിനെ തൊടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഡിസിപ്ലിനോട് കൂടി പണം സേവ് ചെയ്യാനും ചെലവാക്കാനും നിങ്ങളത് സഹായിക്കും. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വരുമാനം എന്നുള്ളത് നമ്മുടെ ഒരു ഏണിംഗ് മാത്രമല്ല, പിന്നെ അതുകൂടെയാണ് ഒരു ടെസ്റ്റ് കൂടെയാണ്. ആ ടെസ്റ്റ് പാസ്സാവാനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. That's all for now. This is Selim signing off. Barakah in your wealth, peace in your heart.